ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്നിവിടെ ഈ വീഡിയോയിൽ ലിങ്ക് സ്പീഡ് എന്താണെന്ന് നോക്കാം. ലിങ്ക് സ്പീഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണത്. ടെക്നീഷ്യന്മാർ പ്രത്യേകിച്ചും ഇത് അറിഞ്ഞിരിക്കണം എന്താണ് ലിങ്ക് സ്പീഡ് എന്നുള്ളത്. കാരണം പല ടെക്നീഷ്യന്മാർക്കും ഇത് ഈ ഒരു കാരണം കൊണ്ട് പല സ്ഥലങ്ങളിൽ ഒരു ഡൗട്ട് ഉണ്ടായിട്ടുണ്ടാവാം, അല്ലെങ്കിൽ കസ്റ്റമറിൻ്റെ നിന്ന് കുറച്ച് ചീത്തയും കേട്ടിട്ടുണ്ടാവാം. അതായത് വേറെ ഒന്നുമല്ല, അതായത് നമ്മളിപ്പോൾ ഒരു സൈറ്റിൽ പോയി, ഒരു കസ്റ്റമർ സൈറ്റിൽ പോയി, അപ്പോൾ അവിടെ ഈ അലോട്ട് ചെയ്തേക്കുന്ന സ്പീഡ്, ബ്രോഡ്ബാൻഡ് സ്പീഡ് വന്നിട്ട് മേ ബി ഒരു 200 Mbps ആയിരിക്കാം. പക്ഷേ ആ ഒരു സ്പീഡ് നമുക്ക് ആ ഒരു മൊബൈൽ വഴി നോക്കുകയാണെങ്കിൽ അത് കിട്ടുന്നുണ്ടാവില്ല. ലാൻഡിൽ കിട്ടും, പക്ഷേ മൊബൈൽ വഴി നോക്കുമ്പോൾ ഒരു 30 Mbps 40 Mbps കിട്ടുന്നുണ്ടാവുള്ളൂ. അപ്പോൾ വേറൊരു ഡിവൈസ് വെച്ച് നോക്കുമ്പോൾ അതിനകത്തും കുറച്ച് സ്പീഡ് കുറവായിരിക്കും. അപ്പോൾ ഓരോ ഡിവൈസ് വൈസ് ഇത് ഡിഫറൻസ് ഉണ്ടാവും. അതായത് ഇപ്പോൾ ഒരു മൊബൈലിൽ കിട്ടുന്നതായിരിക്കില്ല അടുത്ത മൊബൈലിൽ. ചിലപ്പോൾ കൂടിയ മൊബൈലിലൊക്കെ ഒരു ആപ്പിളോ അല്ലെങ്കിൽ സാംസങ് പോലുള്ള മൊബൈലുകളിൽ സ്പീഡ് കൂടുതൽ കാണിക്കും. അതേസമയം കുറച്ച് പഴയ മൊബൈൽ അല്ലെങ്കിൽ കുറച്ച് ഓൾഡായിട്ടുള്ള റേറ്റ് കുറഞ്ഞിട്ടുള്ള മൊബൈലിലൊക്കെ ആണെങ്കിൽ സ്പീഡ് കുറച്ച് കാണിക്കണ കാണാം, ഇൻ്റർനെറ്റ് സ്പീഡുകൾ. അപ്പോൾ അത് എന്തുകൊണ്ടാണ് എന്നാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. മൊബൈലിൻ്റെ സ്പീഡ് മാത്രം, ഇൻ്റർനെറ്റിൻ്റെ സ്പീഡല്ല പറയുന്നത്. ഇതാ ഒരു ഡേറ്റ ട്രാൻസ്ഫറിങ്ങിൻ്റെ ആ ഒരു പ്രശ്നമാണ്. അതിൻ്റെ പ്രശ്നമല്ല, അതിൻ്റെ നമ്മൾ മനസ്സിലായിരിക്കേണ്ട ഒന്നാണ്. അതായത് രണ്ട് ഡിവൈസുകൾ തമ്മിൽ ഡേറ്റ സഞ്ചരിക്കുന്ന, അതായത് മാക്സിമം എത്ര ഡേറ്റ സഞ്ചരിക്കാമെന്ന് നമുക്ക് കണ്ടുപിടിക്കാവുന്ന ഒന്നാണ് ലിങ്ക് സ്പീഡ് എന്ന് പറയുന്നത്. അതായത് ഒരു ലോക്കൽ ഏരിയ നെറ്റ്വർക്കിൽ രണ്ട് ഡിവൈസുകൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്ന, ഡേറ്റ പാസ് ചെയ്യാവുന്നതിൻ്റെ മാക്സിമം സ്പീഡാണ് ഈ ലിങ്ക് സ്പീഡ് എന്ന് പറയുന്നത്. ഇനി ഇത് നമുക്ക് എങ്ങനെ നോക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ, അതായത് നമ്മുടെ വീട്ടിലുള്ള റൗട്ടറുകൾ, സ്വിച്ചുകൾ, അതുപോലെ തന്നെ CCTV ക്യാമറകൾ, ഇതിനൊക്കെ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. അതായത് റൗട്ടറിൽ നിന്ന് ക്യാമറയിലോട്ട്, അതുപോലെ തന്നെ സ്വിച്ചിൽ നിന്ന് വീണ്ടും നമ്മുടെ കമ്പ്യൂട്ടറിലോട്ട് ഈ ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സ്പീഡ്. ഇപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു 1 Gbps ഒരു റൗട്ടറാണ് നമ്മുടെ വീട്ടിലിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഒരു സ്വിച്ച് ഒരു 1 Gbps സ്വിച്ചാണ് ഇരിക്കുന്നതെങ്കിൽ നമ്മുടെ NVR സപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിൽ ആ ഒരു 1 Gbps ട്രാൻസാക്ഷൻ അത് നടക്കില്ല. അപ്പോൾ അതൊക്കെ കണ്ടുപിടിക്കുന്നത് ഈ ലിങ്ക് സ്പീഡ് വെച്ചിട്ടാണ്. ഇനി ഇത് വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ 3 കാര്യങ്ങൾ കൊണ്ടിട്ടാണ് ഈ ലിങ്ക് സ്പീഡ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ലാൻ കേബിൾ, ഡിവൈസ്, അതുപോലെ തന്നെ പോർട്ട്. അതായത് ഇപ്പോൾ ഒരു ലാൻ പോർട്ട് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഇതെല്ലാം ഞാൻ പറഞ്ഞുതരാം. അതായത് ഫോർ എക്സാമ്പിൾ മൊബൈലിലാണെങ്കിൽ മൊബൈലിൽ എല്ലാത്തിനും അതിൻ്റേതായ ലിങ്ക് സ്പീഡ് ഉണ്ടാവും. അതായത് മാക്സിമം ട്രാവൽ ചെയ്യാവുന്ന, ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാവുന്ന ഒരു സ്പീഡ്. അതായത് നമ്മളിപ്പോൾ ഒരു 1 Gbps കണക്ഷൻ എടുത്താൽ നമുക്കറിയാം നമ്മുടെ മൊബൈലിലൊക്കെ ഒരു 300-400 വരെയൊക്കെ കാണിക്കാറുള്ളൂ. വളരെ അപൂർവമായിട്ട് ചില മൊബൈലിലൊക്കെ ചിലപ്പോൾ ഒരു 500-600 കാണിച്ചാലുള്ളൂ. പക്ഷേ 1 Gbps ലാൻ വഴി കിട്ടും. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ മൊബൈലിൽ സപ്പോർട്ട് ചെയ്യാവുന്ന ലിങ്ക് സ്പീഡ് പരമാവധി ആ ഒരു സ്പീഡായിരിക്കും. ലിങ്ക് സ്പീഡ് നോക്കാനുള്ളതൊക്കെ നമ്മുടെ വൈഫൈ സെറ്റിങ്സ് എടുത്താൽ അവിടെ ലിങ്ക് സ്പീഡിൻ്റെ ഓപ്ഷൻ ഉണ്ടാവും. അതിനകത്ത് നമുക്ക് ലിങ്ക് സ്പീഡ് എത്ര സപ്പോർട്ട് ചെയ്യുന്നുള്ളത് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സ്പീഡ്, അതായത് ആ റൗട്ടറിന് എത്രത്തോളം നമുക്ക് ആ ഒരു ഡേറ്റ നമുക്ക് അയച്ചു തന്നാലും നമുക്ക് സപ്പോർട്ട് ചെയ്യുന്ന, നമ്മുടെ മൊബൈലിൽ സപ്പോർട്ട് ചെയ്യുന്നത് ആ ഒരു സ്പീഡായിരിക്കും. അപ്പോൾ ലിങ്ക് സ്പീഡ് കുറച്ചും കൂടി കുറഞ്ഞ മൊബൈലാണെങ്കിൽ നമുക്ക് ആ ഒരു 300-400 അവിടെ കിട്ടില്ല. ആ മൊബൈലിലാണെങ്കിൽ ചിലപ്പോൾ ഒരു 200-150 കിട്ടുള്ളൂ. കാരണം വെച്ചാൽ അതിൻ്റെ ലിങ്ക് സ്പീഡ് കുറവായിരിക്കും. അപ്പോൾ ആ ഒരു ഡേറ്റ ട്രാൻസ്ഫർ ചെയ്താലും അതിന് സ്വീകരിക്കാവുന്ന ആ ഒരു സ്പീഡ് അവിടെ കുറവാണ്. അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ രണ്ടാമത് പോർട്ട്, അതായത് ലാൻ പോർട്ടുകളൊക്കെ, അതായത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, പഴയ ഒരു കമ്പ്യൂട്ടറിലോട്ട് നമ്മൾ ലാൻ കണക്ടിവിറ്റി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ചില കമ്പ്യൂട്ടറിൽ മാത്രം ഒരു 50 Mbps താഴെ അല്ലെങ്കിൽ 100 Mbps താഴെ മാത്രം കിട്ടുന്നു. എന്നാൽ ബാക്കിയിൽ 100 Mbps മേലിൽ 1 Gbps വരെ ബാക്കി കമ്പ്യൂട്ടറിൽ കിട്ടും. അപ്പോൾ അതിന് പ്രധാന കാരണം ഒന്ന് ഈ ഒരു ലാൻ പോർട്ടായിരിക്കും. ഈ ലാൻ പോർട്ട് കൂടി സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ റൗട്ടറിൽ നിന്ന് ഒരു 1 Gbps ഇൻ്റർനെറ്റ് നമ്മൾ അവിടെ നിന്ന് ഔട്ട് കിട്ടിയിട്ടുണ്ടെങ്കിലും ഈ ഒരു കമ്പ്യൂട്ടറിലിരിക്കുന്ന ലാൻ പോർട്ടും ഈ ഒരു 1 Gbps സപ്പോർട്ട് ചെയ്തെങ്കിൽ മാത്രമാണ് നമുക്ക് ആ ഒരു 1 Gbps കമ്പ്യൂട്ടറിലും കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ ആ 1 Gbps കിട്ടില്ല. ഈ ഒരു 100 Mbps താഴെയുള്ളത് കിട്ടുള്ളൂ. അതായത് ഒരു 10 Mbps, 100 Mbps, 1 Gbps, ഇങ്ങനെയാണ് ആ ഒരു കമ്പ്യൂട്ടറുകൾ വരുന്നത്. പുതിയ കമ്പ്യൂട്ടറുകളിലൊക്കെ 1 Gbps ഉണ്ട്, ഇല്ലാത്തതിലൊക്കെ ആ ഒരു 100 Mbps ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ കൂടുതൽ ഔട്ട്പുട്ട് കൊടുത്താലും അത് സ്വീകരിക്കാനുള്ള കപ്പാസിറ്റി ഈ ഒരു പോർട്ടിന് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ 100 Mbps താഴെ ആയിരിക്കും ആ ഒരു സ്പീഡ് കിട്ടുന്നത്. സ്പീഡ് ആൻഡ് ഡ്യൂപ്ലക്സിൽ നമുക്കത് കാണാൻ പറ്റും. ആ ഒരു എത്രയാണ് ആ ഒരു കമ്പ്യൂട്ടറിൻ്റെ ലിങ്ക് സ്പീഡ് എന്നുള്ളത് നെറ്റ്വർക്ക് എതർനെറ്റ് സെറ്റിങ്സിൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ നമുക്കത് ചേഞ്ച് ചെയ്തിടാൻ പറ്റും. സ്പീഡ് ആൻഡ് ഡ്യൂപ്ലക്സിൽ വേണമെങ്കിൽ നമുക്കത് 1 Gbps ഉള്ള സിസ്റ്റം ആണെങ്കിൽ 1 Gbps ഇടാൻ പറ്റും. ഇല്ലെങ്കിൽ ലാൻ കാർഡ് മാറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്കത് കൂടി അപ്ഗ്രേഡ് ചെയ്ത് കൂടുതൽ കാർഡുകളിലോട്ട് നമുക്ക് ഇടാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഇൻ്റർനെറ്റ് മാത്രമല്ല, അത് ഫോർ എക്സാമ്പിൾ ഒരു ഇൻറ്റേർണൽ ആ ഒരു ട്രാൻസ്ഫറിങ്, അതായത് ഒരു NVR നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു NVRലോട്ട് നമുക്ക് നമ്മുടെ ക്യാമറയിൽ നിന്നും NVRലോട്ട് പോകുന്ന ഒരു സ്പീഡ്, അതായത് ആ ക്യാമറയിൽ, അതായത് അല്ലെങ്കിൽ ആ ഒരു സ്വിച്ചിൽ നിന്ന്, നെറ്റ്വർക്ക് സ്വിച്ചിൽ നിന്നും NVRലോട്ട് പോകുന്ന ആ ഒരു ഡേറ്റ ട്രാൻസ്ഫറിങ് സ്പീഡ് ഉണ്ടല്ലോ. അപ്പോൾ NVR ഒരു 100 Mbps സപ്പോർട്ട് ചെയ്യുന്നുള്ള ആ ഒരു മാക്സിമം അതിൻ്റെ ലിങ്ക് സ്പീഡ്, ഡേറ്റ ട്രാൻസ്ഫറിങ്, അതായത് മാക്സിമം ലിങ്ക് സ്പീഡ് ഒരു 100 Mbps സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു 100 Mbps വരെ ആ ഒരു ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളൊരു 1 Gigabit സ്വിച്ച് കൊണ്ട്
അവിടെ വച്ചാലും ഈ സ്വിച്ചിൽ നിന്നും എത്രയൊക്കെ കളക്ട് ചെയ്തിട്ട് ഇത് നേരെ NVR വരുന്നത് 100 Mbps താഴെ ഡേറ്റ ട്രാൻസ്ഫറിങ് നടക്കുകയുള്ളൂ. അപ്പോൾ NVR മുതൽ തന്നെ 1 Gbps സപ്പോർട്ട് ചെയ്യുന്ന പോർട്ടായിരിക്കണം NVR ഇരിക്കുന്നത്. അതിൻ്റെ ലിങ്ക് സ്പീഡും 1 Gbps ആയിരിക്കണം. അതുപോലെ തന്നെ ഈ പറഞ്ഞ നമ്മുടെ സ്വിച്ചും അത് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കണം. ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് ഡേറ്റ എത്രത്തോളം സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ നമ്മൾ ആദ്യം നോക്കുക. ലിങ്ക് സ്പീഡ് എത്രയാണെന്നുള്ളത് ഈ പറഞ്ഞ ഡിവൈസുകളിലൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാം. ഈ പോർട്ടുകൾ നമ്മളൊരു സ്വിച്ചൊക്കെയാണ് എടുക്കുന്നതെങ്കിൽ അത് ജിഗാബിറ്റ് ആണോ നോർമലാണെന്നുള്ള പോർട്ടുകൾ കൺഫേം ചെയ്യുക. ഇത്രയൊക്കെ ഉണ്ടെങ്കിലാണ് നമ്മുടെ ആ ഒരു ഇൻറ്റേർണൽ കണക്ടിവിറ്റിയുടെ സ്പീഡ് കിട്ടുള്ളൂ. നമ്മൾ എത്രത്തോളം നമ്മൾ ഇപ്പോൾ ബ്രോഡ്ബാൻഡിൽ നിന്ന് 1 Gbps മേടിച്ചിട്ടും സ്പീഡ് കിട്ടുന്നത് ചിലത് പറയും. അതൊക്കെ ഇതിൻ്റെ കാരണങ്ങളാണ്. മൊബൈൽ ഡിപ്പെൻഡ് ചെയ്ത് ഓരോ മൊബൈലുകൾക്ക് സ്പീഡ് വ്യത്യസ്തമായിരിക്കും. അതിൻ്റെയും കാരണങ്ങൾ ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ ഈ ഒരു ലിങ്ക് സ്പീഡ് എല്ലാത്തിലും ഉണ്ടാവും. ലിങ്ക് സ്പീഡ് എത്രയൊക്കെയാണ് ഉള്ളതെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കിയിട്ട് കസ്റ്റമറെ എഡ്യൂക്കേറ്റ് ചെയ്യുക. ഇതുകൊണ്ടാണ് നമുക്ക് ആ ഒരു സ്പീഡ് കുറയുന്നതെന്നും ഇതിൽ മാക്സിമം കിട്ടാവുന്ന സ്പീഡ് ഇതാണെന്നും നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് ലിങ്ക് സ്പീഡ് എന്നുള്ളത്. ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആണ് ഇത് മനസ്സിലാവാൻ. ഇതിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. കാണുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും നാളെ കാണാം. ബൈ.